അപ്പോഴേ നമ്മൾ നേരം 5:45 തന്നെ ബൂത്തിലെത്തിക്കണം കേട്ടോ. ഇന്ന് നമ്മുടെ ബൈ ഇലക്ഷനാണ്. അപ്പോൾ അത് രാവിലെ തന്നെ എത്തിക്കണം. ഞാൻ എത്തുന്നതിൻ്റെ മുന്നേ ഇന്നലെ തന്നെ ഓഫീസർമാർ വന്നിരുന്നു. ഞാൻ തലേ ദിവസം വന്ന് പോയതായിരുന്നു. രാവിലെ തന്നെ ചാറ്റൽ മഴയാണ് കേട്ടോ. ഏതായാലും ഞാനിവിടെ വന്നിട്ടാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. നല്ല മഴയും തണുപ്പും നല്ല കാറ്റും. 4 ആൾക്കാർ വോട്ടിങ് നടന്നുകൊണ്ടേയിരുന്നു കേട്ടോ. ആൾക്കാർ വരുന്നുണ്ടായിരുന്നു, എപ്പോഴെപ്പോഴും ആൾക്കാരുണ്ടായിരുന്നു. നല്ല തിരക്കില്ലെങ്കിലും. പിന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞു. ഉച്ചഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ തണുത്ത് വിറക്കുന്നുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു. അസംഷനിൽ വെച്ചിട്ടായിരുന്നു ഇലക്ഷൻ ഉണ്ടായിരുന്നു. ടിക്കറ്റ് കോളനി ആയതുകൊണ്ട് നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും ആൾക്കാർ കാറിനും ഓട്ടോറിക്ഷയ്ക്കും ബൈക്കിനും നടന്നും ഒക്കെ ഇങ്ങോട്ട് വോട്ടിങ്ങിന് വരാൻ തുടങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഇവിടെ നല്ലൊരു ഏരിയ ആണ്. എല്ലാ ഓഫീസർമാർക്കും എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു തണുത്തൊരു അന്തരീക്ഷം. ഇനി വേനൽക്കാലമാണെങ്കിൽ ഇവിടെ നല്ലൊരു തണുപ്പാണ് കേട്ടോ. തണുത്തൊരു പ്രദേശം പോലെയാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുക. നല്ല കാറ്റാണ്, എപ്പോഴും ഇവിടേക്ക് നല്ലൊരു കാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ 3-ാം നിലൻ്റെ മുകളിൽ പോയിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ 3-ാം നിലൻ്റെ മുകളിൽ പോയിട്ട് ഇവിടെ താഴത്തുള്ള കാഴ്ച. ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം അധ്വാനിക്കുന്ന ആൾക്കാരാണ്. തെങ്ങും കഴുങ്ങും അതുപോലെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കണ നമുക്ക് ശരിക്കും കാണാൻ പറ്റും കേട്ടോ. നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. അസംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പബ്ലിക് സ്കൂള് ഒരു അടിപൊളി സ്കൂളാണ്. നല്ല ടീച്ചേഴ്സും നല്ല പഠിത്തവും എല്ലാ കാര്യങ്ങളും ഇവിടെ നല്ലതാണ്, ഉഷാറാണ് കേട്ടോ. അപ്പോൾ വോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ്. ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 6 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത്. അതുവരെ അവിടെ തന്നെ നിന്നു. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. ടാറ്റാ.